Hello, welcome back to our channel. ഒന്ന് ഉറക്കെ പറയടോ. Our channel. യെസ് ഓക്കെ. അപ്പം ഞാനും പാറുക്കുട്ടി, അമ്മമ്മ, മാമി, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് മക്കൾസ് എല്ലാം കൂടി ചേർന്നിട്ട് ടൗൺ വരെ ഒന്ന് പോകട്ടോ. കുഞ്ഞു പർച്ചേസ് ഉണ്ട്, ഓണൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ബസ്സിലല്ലേ പോകുന്നടോ. യെസ്, അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. നമ്മളെ വണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ മാത്രം വണ്ടി പോകുന്നത് ശരിയല്ലല്ലോ, അവർ ബസ്സിലാണ് വരുന്നത്. അപ്പോൾ നമ്മളും ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ അവരൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ അവരെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ അറിയോ, ഫുഡൊക്കെ അവർ വാങ്ങിത്തരും അല്ലേ. നമുക്ക് ഓസിയിൽ അവരെ ഫുഡ് അടിച്ച് മാറ്റാം അല്ലേ. അപ്പം മാമൻ്റെ വകയായിക്കോട്ടെ ഫുഡും കാര്യങ്ങളൊക്കെ. കൂടുതലായിട്ട് നമുക്ക് വേണ്ടല്ലേടാ. യെസ് ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പോകാനുള്ള പരിപാടിയാണ്. അവരവിടുന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയാണ്. മീൻസ് എന്താ പറയുക, അവിടെ നിന്ന് റെഡിയായി ബസ് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു നരിക്കുഞ്ഞ് എത്തുമ്പോൾ നമ്മളെ വിളിക്കും. അപ്പോഴേക്ക് നമ്മൾ അങ്ങോട്ട് എത്തിയാൽ മതി. അപ്പം ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. അവർ പറഞ്ഞ ബസ്സിൽ ഞങ്ങൾ കയറിയിട്ടോ. അതിൽ അമ്മയും നാത്തൂനും മക്കൾസൊക്കെ ഉണ്ടായിരുന്നു. പാട്ട് കേട്ട് ആസ്വദിച്ചാണ് ഞങ്ങൾ ടൗണിലേക്ക് പോകുന്നത്. എല്ലാവരും കൂടി പോകുന്ന സമയത്ത് ഒരു ത്രില്ല് തന്നെയാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ഫാമിലി മെമ്പേഴ്സിനെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് വേറെ ലെവൽ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളെ അമ്മ നമ്മുടെ കൂടെ അമ്മനെ കാണുമ്പോഴേക്കുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാനാവില്ല കേട്ടോ. മോളിലെത്തി. എനിക്കിത്തിരി തണുത്ത വെള്ളം മതി. കഴിഞ്ഞോ? ഓ, നല്ല തണുത്ത വെള്ളം കുടിക്കട്ടെ. ഇതാ കൊടുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വക ഐസ്ക്രീം. പക്ഷെ നിങ്ങൾക്ക് രണ്ടാക്കൂല, സോനേച്ചിക്കും അമ്മയ്ക്കില്ല, നിങ്ങൾക്ക് മൂന്നാക്കും പ്ലസ് എനിക്കും. ഓക്കെ, ഏറ്റവും കുറഞ്ഞ റേറ്റിൻ്റെ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. 1 കണ്ടീഷൻസ്. ഓക്കെ, ഏതാ വേണ്ടേ? കുട്ടിക്കുള്ള ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് നമ്മൾ മാക്സിലേക്ക് പോയി കുട്ടികൾക്കുള്ള ഡ്രസ്സ് വാങ്ങാൻ പോയതാണ്. അവിടുന്ന് ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞ ശേഷം ഞാൻ അമ്മേനോടൊക്കെ പറഞ്ഞു, പോലെ ഇതിൽ കയറാണ്ട് എന്തായാലും പോകാൻ പറ്റില്ല എന്ന്. ഞാൻ ഇവിടെ വന്നാലോ അല്ലെങ്കിൽ ഹൈലൈറ്റ് പോയാലോ ഒക്കെ ഞാൻ എന്തായാലും അവിടെ നിന്ന് മസാജ് ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പോൾ അവരോട് നിന്ന് ചോദിക്കുന്നുണ്ട് 5 മിനിറ്റ്സ് വേണോ 10 മിനിറ്റ്സ് വേണോ എന്ന്. ഞാൻ പറഞ്ഞു എന്തായാലും 5 മിനിറ്റ്സ് മതി, ഇപ്പോൾ സമയം വളരെ കുറവാണെന്ന്. അങ്ങനെ ഞാൻ ഇതിൽ കയറുന്ന കണ്ടപ്പോൾ പീലിക്കുട്ടിക്ക് ഭയങ്കര പ്രശ്നം. ആൻറ്റി എനിക്കും കയറണം പറഞ്ഞുകൊണ്ട് കച്ചറുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു മോളെ ഇതിപ്പോൾ മോള് കയറേണ്ട, കുറച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് കയറാമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് ഈ മൂപ്പരാരവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞു കുഴപ്പമില്ല, അവളൊരാഗ്രഹമല്ലേ, അവൾ ഫ്രീ ആയിട്ട് ഇത് കയറിക്കോട്ടെ എന്ന് പറഞ്ഞ് അവളെയും കയറ്റി കൊടുത്തു കേട്ടോ. അങ്ങനെ അവൾ അതിൻ്റെ ത്രില്ലിലാണ്. പാറക്കുട്ടിക്കും ആരോമലിനും അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം കസവ് യന്ത്രയിലേക്ക് വന്നു. കസവ് യന്ത്രയിലേക്ക് നമ്മളെ നാത്തൂന് ഡ്രസ്സ് എടുക്കാനാണ് വന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു എമ്മാരി തിരക്കാം. അവിടുന്ന് പെട്ടെന്ന് ഡ്രസ്സ് എടുത്ത് നമ്മളങ്ങോട്ട് ഇറങ്ങിട്ടോ. പിന്നെ നല്ല വിശപ്പുണ്ട്. നല്ല വിശപ്പ് പറഞ്ഞാൽ നല്ല വിശപ്പാണ്. അങ്ങനെ ഞങ്ങൾ ടോപ്പ് ഫോമിലേക്ക് പോയപ്പോൾ അവിടെ എൻ്റെ പൊന്നു തിരക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞു അമ്മേ ഇനി ക്യൂ നിൽക്കാനും കാര്യമൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് വിശന്ന് കുടല് കഴിഞ്ഞിട്ട് വയ്യാന്ന്. അങ്ങനെ തൊട്ടടുത്തുള്ള പ്ലാസ ഹോട്ടലിലേക്കാണ് നമ്മൾ വന്നത്. അങ്ങനെ കുട്ടികൾക്ക് മന്തിയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ സാലഡൊക്കെയാണ് അവർ കഴിച്ച് തീർക്കുന്നത് കേട്ടോ. കാരണം അവർക്കൊക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഞാനും പറയുകയാണ് അമ്മ എനിക്ക് നല്ല വിശപ്പുണ്ട് എന്നൊക്കെ പറയുകയാണ്. അമ്മ സദ്യയാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞു അമ്മേൻ്റെ ഫുഡിൽ പായസം എനിക്ക് തരണം കേട്ടോ, ഭക്ഷണമൊക്കെ അമ്മ കഴിച്ചോ, എനിക്ക് പായസം തരണം എന്നൊക്കെ പറയാണ്. അപ്പോഴാണ് കുട്ടികൾക്കുള്ള മന്തി എത്തിയത്, കൂടാതെ ഞങ്ങൾക്കുള്ള ബിരിയാണിയും. അത് പറഞ്ഞു നോക്കട്ടെ ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബിരിയാണി കിട്ടലും ഞാൻ കഴിക്കാൻ തുടങ്ങലാണ് കേട്ടോ. കാരണം ചിക്കൻ പൊരിച്ച ബിരിയാണിയാണെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. ആദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് ചിക്കൻ പൊരിച്ച ബിരിയാണിയാണോ എന്ന്. കാരണം എനിക്ക് ചിക്കൻ പൊരിച്ചത് മാത്രമേ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ഞാൻ ചിക്കൻ പൊരിച്ച ബിരിയാണി നല്ല തട്ടിട്ടൊന്നും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ അമ്മേൻ്റെ പായസം ഞാൻ അടിച്ചു മാറ്റിയിട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾക്ക് നിർബന്ധമുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ SM സ്ട്രീറ്റിലൊന്ന് വരിക. അത് നമ്മളൊരു ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ SM സ്ട്രീറ്റിൽ വന്നത് നമ്മളെ നാത്തൂന് നൈറ്റി മാക്സി വാങ്ങാനാണ് ഇവിടേക്ക് വന്നത്. അങ്ങനെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ അയ്യോ നല്ല ചൂട്, ഒരു ഐസ്ക്രീം കിട്ടിയിരുന്നെങ്കിൽ എന്ന് മക്കൾ പറയുന്നുണ്ട്. അങ്ങനെ മക്കൾസിനും അമ്മയ്ക്കും നാത്തൂനും ഒക്കെ ഞാൻ ഐസ്ക്രീം അങ്ങോട്ട് വാങ്ങിക്കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ നല്ലോണം ഐസ്ക്രീം ഒക്കെ കഴിച്ചതിന് ശേഷം നാത്തൂന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ കിട്ടിയിട്ടോ. പറയുന്നത് 500 രൂപയുടെ മാക്സി, 500 രൂപേൻ്റെ മാക്സി എന്നോട് വാങ്ങിക്കോളാൻ. എന്ത് വീട്ടിൽ പോയിട്ട് പൈസ തരാമെന്ന് എന്നോട് വാങ്ങിക്കോളാൻ. എനിക്ക് വേണ്ട പാർക്കുട്ടി കേട്ടോ. ഓക്കെ, താങ്ക് യു പറഞ്ഞതിന്. സോനേച്ചിൻ്റെ മനസ്സിൽ പിന്നെയും ഇതെന്നെ എടുക്കാന്നുള്ളതാണ് ഇഷ്ടം.
ഓക്കെ ഓക്കെ, എന്നാൽ ഇതന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടതല്ലേ വാങ്ങേണ്ടത്. ഓക്കെ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചു പോവാണ് കേട്ടോ. അവർ വട്ടോളിക്കും ഞാൻ പാലത്തേക്കും പോവാണ്. അങ്ങനെ ഇന്ന് നല്ലൊരു ഡേ ആയിരുന്നു. എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് പോകുന്ന സമയത്ത് ഒരു വിഷമമാണ് കേട്ടോ. ഇനി ഓണത്തിന് കാണാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോയത്.